ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിങ്ങനെ ഒരു സ്ഥലം വരെ പോവായിരുന്നു. സ്ഥലം എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഷോറൂമിൽ, റെനോൾട്ടിന്റെ ഷോറൂമിൽ വന്നതായിരുന്നു. എന്താന്ന് വെച്ചാൽ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു. സർവീസ് ചെയ്ത് പോവാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ പണിയൊക്കെ മൂഞ്ചി ഇവിടെ എത്തിയപ്പോൾ അവർക്ക് 2 ദിവസം സമയം വേണം വണ്ടി ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാ വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാന്ന്. നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമുക്ക് തിരിച്ച് വണ്ടിയിൽ തന്നെ പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും വന്നത് കേട്ടോ. വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാനായിരുന്നെങ്കിൽ ഒരു പക്ഷേക്ക് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും അവരങ്ങനെ പറഞ്ഞപ്പോൾ അതും ആലോചിച്ച് ഇനി ബസ്സിന് തിരിച്ചു പോണതും ആലോചിച്ചിട്ട് ഇരിക്കാനുണ്ട്. ഇവരെയൊക്കെ പിടിച്ച് ബസ്സൊക്കെ താണ്ടി പോകുന്നത് ആലോചിച്ചു ഇങ്ങനെ മക്കളോട് പറഞ്ഞു വണ്ടി ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഇങ്ങനെ പോകുന്നൊക്കെ ചോദിച്ചപ്പോൾ അവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റും. അപ്പോൾ വണ്ടി കൊടുക്കാണ്ട് പോയാൽ നമ്മൾ വീണ്ടും ഇത്രയും ദൂരം വരണം. മലപ്പുറം മക്കരപ്പറമ്പിലേക്കാണ് നമ്മൾ വന്നത്. നമുക്കൊരു 3-4 ബസ് താണ്ടിയിട്ട് വേണം നമുക്കിനി വീട്ടിലെത്താനായിട്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ആയിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നെ അത് ആ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് മലപ്പുറം ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് കിട്ടേണ്ടത്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പ് കുറേ അപ്പുറത്താണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് നടന്നു പോയിട്ടൊന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ബസ് കിട്ടി, ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം മക്കൾ രണ്ടും ഇക്കാടെ കൂടെ ബാക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്താണ്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാർ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ആ ഒരു സൈഡിലൊരു സീറ്റ് കിട്ടിയത്. നമ്മൾ ബസ് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ പെരുന്നാളും നോമ്പൊക്കെ ആയിട്ട് എന്നും ബിരിയാണി മന്തിയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നമുക്കിങ്ങനെ ഒരു സാമ്പാറും ചോറും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല സാമ്പാറും ചോറും തൈരും പപ്പടവും പായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല വയറും മനസ്സും നിറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ കോട്ടക്കുന്ന് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ഇവിടെ വരാൻ വന്നില്ലേ, ജസ്റ്റ് ഒന്ന് ഇവരെയും കൊണ്ട് കോട്ടക്കുന്ന് വരെ ഒന്ന് കയറി പോരാം. അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ 20 രൂപ എൻട്രി ഫീ മതി കേട്ടോ. നമ്മൾ ഏതായാലും കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ഫീ എടുക്കാൻ പോകണം. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. അതും എടുത്ത് 3 പേർക്കും 60 രൂപ എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള പാർക്കിൽ കയറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈറ്റിലേക്ക് നമ്മൾ നടന്നിട്ട് പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും നിക്കാഹ് കഴിഞ്ഞിട്ടൊക്കെ വന്ന് ഇരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർമ്മകളൊക്കെ അയവിറക്കാന്ന് വെച്ച് ഒന്ന് നോക്കി. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, നല്ല ഉച്ച സമയമാണല്ലോ. ഒരു 1 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ആൾക്കാർ തിങ്ങി നിറയാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അതിലൊക്കെ കറങ്ങി നടന്നു ഞങ്ങൾ. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി അങ്ങ് മേലെ എത്തണം കേട്ടോ. എനിക്കെന്താ കുറച്ച് കയറുമ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മൾ കയറി എന്തായാലും മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്കൊരു ഹരമായി നടക്കാൻ കിട്ടിയത്. ഈ ഒരു സമയമായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തിരക്കില്ലാത്തത്. വൈകുന്നേരം വന്ന ഇവിടെ തിരക്കാണ്. മുകളിൽ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്കാണ് കേട്ടോ അത്. പിന്നെ നമ്മളിതാ അവിടെ വന്നപ്പോൾ അവർ ഷോപ്പിൽ പോയി എന്തൊക്കെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അവർ കിഡ്സിനായിട്ടൊരു പാർക്കുണ്ട്. ഇത് ഇങ്ങനെ ഒരു സ്ലൈഡ്, പിന്നെ ഒരു സീസോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു പാർക്ക് കേട്ടോ. ഈ ഒരു സമയമായതുകൊണ്ട് ഇവന്മാർക്ക് ഇതിലൊക്കെ കളിക്കാൻ നല്ല ടൈം കിട്ടിയിട്ടോ. കാരണം ആളുകൾ വളരെ കുറവായിരുന്നു. വൈകുന്നേരത്തേക്കൊക്കെ ആയാലും ഇതിൽ കയറാനുള്ളൊരു സ്പേസ് പോലും കിട്ടില്ല, അത്രയും ആളുകൾ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്തില്ല, കാരണം നമ്മൾ ബസ്സിനാണല്ലോ തിരിച്ചു പോരുന്നത്. അപ്പം നമ്മളവിടെ കുറേ നേരം നിന്നാൽ നമുക്ക് ബസ്സൊക്കെ മിസ്സായി പോകും. നമുക്ക് 4 വണ്ടി കയറി പോരാനുള്ളതാണ്. പിന്നെ നമ്മൾ വന്നു, തിരിച്ചു പോന്നു. നമ്മുടെ നാടിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ ഒരു ഷവർമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റുള്ള ഷവർമ്മയായിരുന്നു കേട്ടോ. നമ്മൾ ഇടവണ്ണെന്നാണ് കഴിച്ചത്. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ കൂടുതൽ സമയം നമുക്ക് നിൽക്കാനും കാര്യമൊന്നുമില്ല. നമ്മൾ
ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ബസ്സും കൂടെ കയറിയാലേ നമ്മുടെ വീട്ടിലേക്ക് എത്താനാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് അപ്പുറത്തേക്ക് നിന്നിട്ട് ബസ്സിന് വീട്ടിൽ പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.